ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് നിൽക്കുക എന്നുള്ളതാണ്. തൊട്ട് മുമ്പത്തെ പടം മായാനദി ആഷിഖിൻ്റെ പടവും ഇതുമായിട്ടൊരു ചെറിയ സിമിലാരിറ്റി. എനിക്കിത് തമ്മിലൊരു സിമിലാരിറ്റി തോന്നുന്നില്ല. എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് നടന്ന് ആലുവയിലുള്ള ലിസ്റ്റിൽ കയറി അകത്ത് കയറി നെടുമ്പാശ്ശേരിയുള്ള സെറ്റിൽ വന്ന് നിന്നിട്ടാണ് ഒരു സീൻ അവസാനിക്കുന്നത്. Hi Tovino, welcome to Film Companion. Thank you. And congrats on the success of Maradona. Thanks a lot. ഇപ്പോൾ മറഡോണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഹൈഡ് ഔട്ടിലാണ് കുറച്ച് നാളായിട്ട് ഒളിച്ച് താമസിക്കുകയാണ്, ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ആക്ടർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആക്ടേഴ്സ് അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, പ്രോക്സിമിറ്റി. പക്ഷേ ഇവിടെ പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഒരു പട്ടിയാണ് കൂടെയുള്ളത്. പിന്നെ ഉള്ളത് കൂടുതലും അപ്പുറത്തെ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ശബ്ദം, പൈസ കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അതൊരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ഫാക്ടറാണ്. പക്ഷേ അത് എങ്ങനെയാണ്, അതിലേക്കുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഒറ്റപ്പെടൽ എങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ വേറൊരു വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ അതൊരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ വന്നിരിക്കുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ആലുവയിലും എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരും. ബാൽക്കണിയിലെ വൈഡൊക്കെ ബാംഗ്ലൂർ ചെയ്തിട്ട് ക്ലോസപ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തത്. അതുപോലെ എൻ്റെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ സെറ്റ് ഇട്ടതാണ്. ശരി. അപ്പോൾ നമ്മൾ ഒരു സീൻ ഫ്ലാറ്റിൻ്റെ പുറത്തുനിന്ന്, അത് കൊറിഡോർ ആലുവയാണ്, കൊറിഡോറും ഇൻഡോറും ആലുവയാണ്, എക്സ്റ്റീരിയർ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നടന്ന് ആലുവയിലുള്ള ലിഫ്റ്റിൽ കയറി അകത്ത് കയറി നെടുമ്പാശ്ശേരിയുള്ള സെറ്റിൽ വന്ന് നിന്നിട്ടാണ് ഒരു സീൻ അവസാനിക്കുന്നത്. കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പക്ഷെ നമുക്കത് നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഹെയറിൻ്റെ കണ്ടിന്യൂറ്റി പോലും ഒരു സീനിൽ എങ്ങനെയാണോ തുടങ്ങിയത് അത് പിടിച്ചിരിക്കുന്നത് ഭയങ്കര നന്നായിട്ടാണ്. ഇതിൻ്റെ ഇമോഷണൽ കണ്ടിന്യൂറ്റി പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു സീൻ ഈ പല സ്ഥലത്തും സെയിം സീൻ റിപ്പീറ്റ് ചെയ്യണം. അത് ഒരു ആസ് എൻ ആക്ടർ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെങ്ങനെ ഹോൾഡ് ചെയ്യാം, കണ്ടിന്യൂറ്റി പിടിക്കാം, നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്തത് നോക്കി അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ വെച്ചാൽ ഈ പട്ടി പ്രാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ചില സമയത്ത് നമുക്ക് ഈ സെറ്റ് ഇട്ടിട്ടുള്ള ഷൂട്ട് എൻ്റെ ബെഡ്റൂമിനകവും ബാൽക്കണിയിലെ ക്ലോസപ്സും ഒക്കെ ചെയ്ത സമയത്ത് കുറേ സമയം നമ്മൾ ഒരു 16 ദിവസത്തോളം നമ്മൾ രാത്രി 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 7:00 പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്ക് ഷൂട്ട് ചെയ്ത് നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തും, പിന്നെ 7:00 നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഡേറ്റ്സ് ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ വിചാരിച്ചതിനേക്കാളും ലെങ്ത്ത് ഷൂട്ടിങ്ങിന് കൂടുതലെടുക്കേണ്ടി വരുന്നു. കാര്യം ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളത് തന്നെ. അങ്ങനെയുള്ള സമയത്ത് ഈ 16 ദിവസവും വല്ലപ്പോഴും വരുന്നതാണ് മറ്റ് ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ജിൻസ് വരും, ലിയോണ വരും, ശരണ്യ വരും, നമ്മുടെ അപ്പൂപ്പനായിട്ട് വന്നിട്ട് പുള്ളി വരും. അല്ലാത്ത സമയം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞാനും പട്ടിയും പ്രാവും. അപ്പോൾ രാത്രിയൊക്കെ ഒരു 1 മണി നേരത്തൊക്കെ ഷോട്ട് എടുക്കുന്ന നേരത്ത് പട്ടിക്ക് ചിലപ്പോൾ മൂടുണ്ടാവില്ല. പട്ടിക്ക് ഇതിന് ലക്ഷക്കണക്കിന് പൈസയും കിട്ടുന്നില്ല, പട്ടിക്ക് ഫെയിമും കിട്ടുന്നില്ല. ഈ ഫെയിം കിട്ടിയിട്ട് പട്ടിക്കൊരു കാര്യമില്ല. അപ്പോൾ പട്ടി നമ്മൾ കഷ്ടപ്പെടുന്ന പോലെ ചിലപ്പോൾ കഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ പട്ടിയുടെ ആഗ്രഹം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് വെച്ചിട്ട് വന്നേക്കുന്നതല്ല, നമ്മുടെ ആവശ്യം കൊണ്ട് പട്ടി കണ്ടുപിടിച്ചത്. ഇതൊരു 1 മണി നേരത്ത് ഇത് ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടും. പിന്നെ സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെയും ഓടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സിനിമ കാണുമ്പോൾ എല്ലാവരും പട്ടി നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ക്രൂവിൻ്റെ വർക്കാണ്. നമ്മളെടുക്കുന്ന ഒരു 20 ഷോട്ടോ 30 ഷോട്ടോ എടുത്താലാണ് പട്ടിയുടെ നല്ല റിയാക്ഷൻ കിട്ടുക. അല്ലാതെ ഇത് ഫിലിം ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചിറങ്ങി പറ്റിയൊന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഒരു നമ്മൾ എന്തെങ്കിലും കാര്യം ഭയങ്കരമായിട്ട് അക്കംപ്ലിഷ് ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു സിനിമയുടെ ലാസ്റ്റ് ദിവസം നമ്മൾ ഷൂട്ട് തീർന്നിറങ്ങുമ്പോൾ. ലാസ്റ്റ് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ആമിയിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ 16 ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം രാത്രി എന്നെ പാക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു, പോയി ഉറങ്ങിയിട്ട് വന്നു പറഞ്ഞിട്ട്. ഇവർ ബ്രേക്ക് ചെയ്തില്ല. ഇവർ 2 മണിക്ക് ശേഷവും രാവിലെ വരെയും ഷൂട്ട് ചെയ്ത് രാവിലെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 8-9 മണിക്ക് വന്ന് ജോയിൻ ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ പിന്നെയും ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് അന്ന് രാത്രി പിറ്റേ ദിവസം പുലർച്ചെ എന്ന് പറയേണ്ടി വരും 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് മറഡോണ അഴിച്ചു വെച്ച് നേരെ രാവിലെ 7 മണിക്ക് ശ്രീകൃഷ്ണനായിട്ട് ആമിയിൽ പോയിരുന്നു.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ആസ് എൻ ആക്ടർ എനിക്ക് കുറേ പുതിയ പാഠങ്ങളായിരുന്നു സിനിമ. അതേപോലെ ഇപ്പോൾ ടൊവിനോയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇതിൽ ഒറ്റയ്ക്കായിരുന്നു കുറേ ഭാഗം, പക്ഷേ എന്നാൽ മറ്റുള്ള ആക്ടേഴ്സിന് ഒരുപാട് സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാനും. അവർക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസും അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മായാനദി ആയാലും ഗോദ ആയാലും മെക്സിക്കൻ ഭാരത് ആയാലും മെയിലും ഫീമെയിൽ ആക്ടേഴ്സിനും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ടൊവിനോയ്ക്ക് മാത്രമായിട്ടൊരു ലൈം ലൈറ്റ്, ഒരു ഹീറോ ഞാനാണ്, എൻ്റെ പുറത്തായിരിക്കുന്ന ഫോക്കസ് എന്നുള്ളൊരു തീരുമാനമൊന്നുമില്ല. അത് ഓർഗാനിക്കായിട്ട് സംഭവിച്ചാണോ അതോ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണോ? ഇങ്ങനെയാണ് എൻ്റെ കരിയറിൽ ഞാൻ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഓർഗാനിക്കായിട്ട് വരുന്ന സംഭവങ്ങളെ ഞാനായിട്ട് മാറ്റുന്നില്ല എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ്. അതൊരു ഫിലിം മേക്കർ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവരുമ്പോൾ അതിൽ എനിക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ വേണം എന്ന് ഞാൻ പറയില്ല. എനിക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയി, അത് കൂട്ടണം, നമുക്കത് ചെയ്യാം എന്ന് ഞാൻ പറയില്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രിപ്റ്റുകൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള സീനുകളിൽ എന്തെങ്കിലും കുറവ് വരുന്നതോട് എനിക്ക് താല്പര്യമില്ല. കാര്യം ഐ ബീൻ ദർ. ഞാൻ തുടങ്ങിയത് ചെറിയ സീനുകൾ ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മുടെ സിനിമ സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നായകൻ, വില്ലൻ, അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ്സൊക്കെ വിട്ടിട്ട് കുറേ ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് നമ്മളുടെ ആസ്വാദകരുടെ യുക്തി അനുസരിച്ച് അവന് നായകനാവാം, അവൻ വില്ലനാവാം, അവൻ സാധാരണനാവാം, എന്ത് വേണം, അത് ക്യാരക്ടേഴ്സിൻ്റെ അത് തീരുമാനിക്കാം. പക്ഷെ നമ്മുടെ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, നായകനും നായികയൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? പക്ഷേ എപ്പോഴും നമുക്ക് ഒരു കഥ പറയുമ്പോൾ അത് ഗ്രിപ്പിംഗ് ആവണമെങ്കിൽ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. അല്ലാതെ ഈ ഐഡിയൽ പരിപാടി അത് നമ്മളെങ്കിലും അതൊന്ന് മാറ്റി പിടിക്കണ്ടേ എന്നുള്ള കാരണം കൊണ്ടാണ്. ഇതിൽ ഡയറക്ടർ വിഷ്ണു നാരായൺ, അദ്ദേഹം പുതിയൊരു ഡയറക്ടറാണ്. ഇപ്പോൾ ആഷിഖ് കപൂറിൻ്റെ കൂടെ നേരത്തെ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഐഡിയൽ ക്യാരക്ടർ അല്ല, അത്യാവശ്യം നല്ലൊരു ക്രിമിനലാണ്. പുള്ളിക്ക് ഗ്രാജുവലായിട്ടൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ സ്ക്രീനിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പം ആഷിഖിൻ്റെ ഒരു അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന വിഷ്ണുവിൻ്റെ ഒരു അപ്രോച്ചും തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ഡിഫറൻസസ് കണ്ടിട്ടുണ്ട്? ഒന്നെന്ന് വെച്ചാൽ സെൻസിബിളായിട്ടുള്ള സിനിമ എടുക്കാനുള്ള ആഗ്രഹമാണ് എനിക്ക് ഇവരൊക്കെ തമ്മിലുള്ള സിമിലാരിറ്റി. അത് ആ ഒരു സ്കൂളിലെ ഗുണമാണ്. സെൻസിബിളായിരിക്കണം, എന്തെങ്കിലും ചെയ്തിട്ട് അത് ഓവറായി പോകരുത് എന്നുള്ള കാര്യത്തിൽ കാര്യം പരമാവധി റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യണം. എന്നാൽ ഡ്രാമ വേണ്ട സ്ഥലങ്ങളിൽ, കാര്യം ഡ്രാമ ഇല്ലാതെ സിനിമയില്ല, ഡ്രാമയും നിലനിർത്തിക്കൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഇതാണ് ഒരു സിമിലാരിറ്റി തോന്നുന്നത്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് നമ്മളെ എന്താ പറയുക ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആഷിഖേട്ടനാണെങ്കിൽ ആഷിഖേട്ടൻ എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, മായാനദിയുടെ ആദ്യം നമ്മൾ ധനുഷ്കൂടിയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വൈകുന്നേരം എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പുള്ളിക്ക് വർക്കൗട്ട് ആവാത്തതുകൊണ്ടാണോ എന്താണ്. അപ്പോൾ ഞാൻ ചെന്ന് ഇരിക്കുമ്പോൾ വെച്ചാൽ പുള്ളി ഇങ്ങനെ മടിച്ചാണ് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ പുള്ളി ചോദിക്കുന്നത് ബാക്കി കാര്യങ്ങളിലൊക്കെ ടൊവിനോ ഓക്കെ അല്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് ആർട്ടിസ്റ്റ് ടൊവിനോ ഇത് ചെയ്യുന്നത് നന്നായി ചെയ്യുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ടൊവിനോനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൊവിനോക്ക് ഇവിടെ എല്ലാം കംഫർട്ടബിൾ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പുള്ളി വിളിച്ചേക്കുന്നത്. ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ചെയ്തു, ഞാൻ ചെയ്യുന്നത് പേടിച്ചിട്ട് അല്ലേ. പുള്ളിക്കെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുകയും നമ്മളെ എന്താ പറയുക ഈ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും. അതാണ് ആഷിഖേട്ടൻ്റെ രീതി. വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇതേപോലെ തന്നെ നമ്മളോട് വിഷ്ണുവേട്ടൻ ശരിക്കും ഭയങ്കര മറ്റേ കണിശക്കാരെന്നാണ് പുള്ളിനെ പുള്ളി അസോസിയേറ്റ് ആയിരുന്നപ്പോൾ തന്നെ വിളിക്കുന്നത്. ഭയങ്കര ചൂടനാണ് പുള്ളിക്ക്. കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് ജോണൊക്കെ, നമ്മുടെ ജോൺ പോൾ ജോണൊക്കെ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒച്ചയും ബഹളം കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് ആൾക്കാരോട് ഭയങ്കര സ്നേഹത്തിൽ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദേഷ്യം വന്നാലും ഈ രീതിയിലേക്ക് പുള്ളി മാറി. എല്ലാ സീനും എല്ലാ സാധനങ്ങളും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളും പോലും പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് നമ്മളോട്ട് ഡിസ്കസ് ചെയ്യുകയും നമുക്ക് അതിനേക്കാൾ നല്ലത് വല്ലതും നമ്മുടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് വിഷ്ണുവേട്ടൻ്റെ. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ രണ്ടുപേരുടെയും വിഷനും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ സിമിലാരിറ്റിയെ പറ്റി പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ പടം മായാനദി ആഷിഖ് കപൂറിൻ്റെ പടവും ഇതുമായിട്ടൊരു ചെറിയ സിമിലാരിറ്റി നമ്മൾ വളരെയധികം നെറ്റ് പിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു
പ്ലോട്ട് വൈസ് ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. ഒരു ക്രിമിനൽ ഓൺ ദ റൺ ആണ്, അപ്പുറത്തൊരു ചേസ് നടക്കുന്നുണ്ട്, ഇയാൾക്ക് വേണ്ടി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു റൊമാൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ബ്രോഡായിട്ട് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു സിമിലാരിറ്റി ചിലപ്പോൾ അൺഇൻറ്റൻഷണൽ ആയിരിക്കും. അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്. പക്ഷേ രണ്ടും രണ്ട് ഡിസ്റ്റിങ്ക്ട് സിനിമകളാണ്, വ്യത്യാസമുള്ള സിനിമകളാണ്. അത് രണ്ട് ഡിഫറെൻറ്റ് ഫിലിം മേക്കേഴ്സ് അത് ചെയ്തത് കൊണ്ടാണ് അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഒരു പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നുന്നത് രണ്ടിലും അഭിനയിച്ചിരിക്കുന്നത് ഞാനായതുകൊണ്ട് ആയിരിക്കാം. പക്ഷേ എന്നാലും ക്യാരക്ടറൈസേഷൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ക്യാരക്ടറൈസേഷൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാത്തന് ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. മാത്തന് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ അവൻ സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ ക്യാരക്ടറൊന്നും മാറുന്നില്ല. അവൻ അതിൽ ഫോക്കസ്ഡ് ആണ്. മാത്തൻ ഒരിക്കലും ഒരു ആളെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. മാത്തൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വന്ന് പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മറഡോണ ഈസ് ഈവിൾ. അയാൾ ഈവിളാണ്. അയാൾ കൊച്ചുകുട്ടികളോട് പോലും അങ്ങനത്തെ അനുകമ്പയൊന്നും ഇല്ലാത്തതാണ്. എന്നാൽ അയാളുടെ സർക്കിളിൽ ഭയങ്കര ഹാപ്പിയും ഫ്രണ്ട്ലിയും ഒക്കെയാണ്. സുധി എന്ന് പറയുന്ന ഒരു ഏത് ക്രിമിനലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ. അല്ലാതെ ഈ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മറ്റേ ടിപ്പിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ദേഷ്യം, ഈ ഒരു ഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂട്ടുകാരോട് പോലും ഇങ്ങനെയായിരിക്കും സംസാരിക്കുക. അങ്ങനെയല്ല, നമുക്ക് ശരിക്കും നമ്മൾ കാണുന്നതാണ്. ക്രിമിനൽസ് ആവുന്നതിന് മുമ്പും ശേഷവും അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ അവർക്ക് സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ മര്യാദ ടിപ്പിക്കൽ ഒരു സാധനം സ്കെച്ച് ചെയ്ത് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെയല്ല, ക്യാരക്ടറിസ്റ്റിക്സ് സ്കെച്ച് ചെയ്തിട്ട് അതൊരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. അയാൾ അഭിനയിക്കുകയല്ല. അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്കും ഉണ്ട് അയാളുടെ പല ലെയേഴ്സ് എന്നുള്ള രീതിയിലാണ് മറഡോണനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. മാത്തൻ എന്ന് പറഞ്ഞാൽ മാത്തൻ ഒറ്റ സാധനമേ ഉള്ളൂ. മാത്തന് പ്രണയം ഉണ്ട്. മാത്തൻ്റെ ഉള്ളിലാണ് കുറേ സാധനങ്ങൾ. മാത്തനെല്ലാം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല, കുറച്ച് ഇൻട്രോവേർട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് രണ്ടും തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ്. പിന്നെ സ്റ്റോറി ലൈനിലെ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മാത്തനൊരു മെട്രോ സെക്ഷനായിട്ടുള്ള കൊച്ചിയിലൊക്കെ നടക്കുന്നൊരു കഥയും മറ്റേ കൊച്ചിയും മധുരയിലാണ് നടക്കുന്നതിൽ മാത്രം ഒരു മെട്രോ സെക്ഷനാണ്. പക്ഷെ ഇതൊരു സ്മോൾ ടൗൺ ബോയ് ആണ് മറഡോണ. സ്മോൾ ടൗൺ ബോയ് അവൻ വളർന്നു വരുന്ന ഒരു ഗൂൺ ആണ്, അങ്ങനെയുള്ളൊരു ആളാണ്. അപ്പോൾ അത് എനിക്ക് ഒരു സിമിലാരിറ്റി, ഞാൻ ഇപ്പോൾ ഇന്നലെയാണ് സത്യം പറഞ്ഞ സിനിമ കണ്ടത്. പലരും ഈ സിമിലാരിറ്റി പറഞ്ഞെങ്കിലും ഞാൻ സത്യം പറഞ്ഞ ഒരു സമയം പോലും ഞാൻ അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം തോന്നിയില്ല. എനിക്ക് മാത്തനെ ഞാൻ പേഴ്സണലി കണ്ടില്ല. അതെന്ന് വെച്ചാൽ ഞാനത് ഭയങ്കരമായിട്ട് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കിത് തമ്മിലൊരു സിമിലാരിറ്റി തോന്നുന്നില്ല. രണ്ടിൻ്റെ എഡിറ്റർ ഒരാളായിട്ട് പോലും. അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ടോവിനോയുടെ ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജ് എന്ന് പറയുന്നത്. കുറച്ച് നാളുകളായിട്ട് നല്ല റൊമാൻറ്റിക് റോൾസ് ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞാൽ അവാർഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. മായാനദി ആയാലും മൊയ്തീനിൽ തുടങ്ങിയത്, മൊയ്തീനിലൊരു ഫെയിൽഡ് റൊമാൻസ് ആണ്, അവിടെ തൊട്ട് ഒരു ഹാർട്ട് ത്രോബായി മാറി. ഇപ്പോൾ എങ്ങനെയാണ് ആദ്യമൊക്കെ വില്ലൻ റോൾസ് ചെയ്തു, പിന്നെ സപ്പോർട്ടിങ് റോൾസ് ചെയ്തു, എപ്പോഴാണ് ഏത് സിനിമ ചെയ്യുമ്പോഴാണ് ഈ ഉള്ളിലൊരു റൊമാൻറ്റിക് ഹീറോയ്ക്കുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് എപ്പോൾ തൊട്ടായിരിക്കും? എനിക്കൊന്ന് ഒരു വർഷം മൊയ്തീൻ തന്നെ ആയിരിക്കും. അതായത് എൻ്റെ സിനിമയിൽ റൊമാൻസിങ് എന്ന് പറയുന്നത് എനിക്കൊന്ന് മൊയ്തീനിൽ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു പ്രോപ്പർ റൊമാൻറ്റിക് ഭാവം മുഖത്ത് വരണം എന്നൊക്കെ പറയുന്നത് സമയത്താണ്. അപ്പോൾ ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. പിന്നെ റിയൽ ലൈഫിലേക്ക് റൊമാൻസിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാൻ അത്യാവശ്യം തരക്കേടില്ലാതെ റൊമാൻറ്റിക് ഒരാളാണ്. ഇപ്പോഴാണെങ്കിലും പ്രേമിച്ച് എല്ലാം കഴിച്ചാണ് ഞാനെൻ്റെ ഭാര്യ. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര ഞങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഇപ്പോഴും അടിപൊളിയാണ്. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ കൂടുമായിരിക്കും. പക്ഷേ സർപ്രൈസസും ഞങ്ങൾ ചിലപ്പോൾ നമ്മളിങ്ങനെ യാത്രകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് പലപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് ആവാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പീരിയൻസ് ആണ്. ഇതിലെ റൊമാൻസിലേക്ക് വരുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു തുടക്കം തന്നെ ഒരു മൂളിപ്പാട്ടിലൂടെ തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് സൗണ്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വളരെ ഗ്രാജുവലായിട്ട് വളരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആദ്യം ഒബ്ജക്റ്റ് ചെയ്യുന്നു, പക്ഷേ അതൊക്കെ റൊമാൻസിലൊരു പാറ്റേൺ ആണെങ്കിൽ പോലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ വിത്ത് ചാരണ്യ എങ്ങനെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു. എനിക്കിതെന്ന് വെച്ചാൽ കണ്ണൻ ചേട്ടൻ ഇത് എഴുതി വെച്ചു, കൃഷ്ണമൂർത്തി അദ്ദേഹം ഇത് എഴുതിയപ്പോൾ തന്നെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. കാര്യം അപ്പുറത്തുള്ള ഫ്ലാറ്റിലെ പെൺകുട്ടിയെ കാണാതെ വേണം മറഡോണ ആദ്യം ഇഷ്ടപ്പെടാനെന്നുള്ള കാര്യം. കാര്യം മറഡോണ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവാം. മറഡോണയുടെ ജീവിതത്തിൽ വേറെയും സ്ത്രീകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മറഡോണയ്ക്ക് ഇവരോട് തോന്നുന്ന ഇഷ്ടം ജെനുവിൻ ആവുന്നതിന് കാരണം അത് ഈ തൊലിപ്പുറത്തുള്ളൊരു ഇഷ്ടമല്ല, അതിന് അകത്തുള്ള ഒരു എന്താ പറയുക ഒരു കണക്ഷൻ അവർ തമ്മിൽ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മറഡോണ ഇവളെ വേറൊരു കണ്ണുകൊണ്ടാണ് ആദ്യം കാണുന്നതെങ്കിലും അതിൽ നിന്നും മാറി ഇല്ല, എനിക്ക് ഇവളോട് പ്രണയം തന്നെയാണെന്ന് മറഡോണ മനസ്സിലാക്കുന്നതാണെങ്കിൽ പോലും
അത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. അത് സൗന്ദര്യം അല്ല, അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം അല്ല, അത് മറ്റേ അകത്തുള്ള എന്താ പറയുക അവളുടെ ക്യാരക്ടറാണ്. അല്ലെങ്കിൽ അവൾ കുറച്ച് എന്താ പറയുക സ്റ്റഫുള്ള ആളാണ്, കുറച്ച് കണ്ടന്റ് ഉള്ള ആളാണെന്നുള്ളതുകൊണ്ടാണ് ആ പ്രണയം സംഭവിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ ഷുവറായിരുന്നു. ശരണ്യം ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സിനിമ കാണുന്നവരും അത് സമ്മതിക്കുന്നുണ്ട്. അത് എന്താ പറയുക ഡീറ്റെയിലിങ്ങിൽ നന്നായിട്ട് ശരണ്യ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി സിനിമ കണ്ടത്. ഇപ്പോൾ റൊമാൻസിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ വർഷം തുടങ്ങിയത് റൊമാൻസിൻ്റെ ഒരു മൂർത്തിഭാവമായ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചാണ്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട്. ഇപ്പോൾ സാധാരണ മലയാള സിനിമയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു ലീഡ് ആക്ടർ ഭഗവാനോ അല്ലെങ്കിൽ ദൈവിക പരിവേഷമുള്ള റോളൊന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടാണ് ഇപ്പം ഞാൻ ഗന്ധർവനായാലും അല്ലെങ്കിൽ നന്ദനത്തിലെ ശ്രീകൃഷ്ണനായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ലീഡ് ആക്ടേഴ്സ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. സോ ഒരു മുമ്പത്തെ ഒരു എക്സാമ്പിളോ റെഫറൻസോ ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു ശ്രീകൃഷ്ണനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് അതിലേക്ക് വന്നതും? ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോയ്സ് അല്ലേ ഒരു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന റോൾ ചെയ്യുക എന്ന് പറയുന്നത്? കമൽ സാർ ഭയങ്കര അതിനെപ്പറ്റി കൃത്യമായിട്ട് പുള്ളിയുടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു ക്ലീഷേ നീല കളറൊന്നും വേണ്ട. ശരിക്കും കാർവർണ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പണ്ടത്തെ സിനിമയിലും സീരിയലിലൊക്കെയാണ് നീല കളർ അടിച്ചത്. നീലയല്ല, കുറച്ച് ഇരുണ്ടതാണെങ്കിലും ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറായിട്ടാണ് പറയുന്നത് പണ്ട് മുതലേ. അപ്പോൾ നീല എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കാനായിട്ട് വേറെ കളേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ എന്താ പറയുക എക്സാക്ട് നെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നീല എന്നല്ല ആ കളർ എന്ന് പറയേണ്ടത്. അപ്പോൾ അതെന്തായാലും വേണ്ട, ക്ലീഷയിലേക്ക് പോകണ്ട എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഡ്രാമ കയറി വരാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ദൈവം എങ്ങനെ സംസാരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു ധാരണ ആണ്. അപ്പോൾ അതും ഒഴിവാക്കി പിടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കമൽ സാറിന് ആവശ്യപ്പെട്ടിരുന്ന പുള്ളി പറഞ്ഞത് ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കണം, ദൈവീകത എവിടെയോ ഫീൽ ചെയ്യണം പുള്ളി പറഞ്ഞു. ഒരു ഗ്രേസ് സാർ ശ്രമിക്കാം സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി, ഞാൻ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തു വന്നപ്പോൾ അത് എനിക്കും ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പാളിപ്പോയി കഴിഞ്ഞാൽ പോവാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. മറ്റേ എന്നെ പ്രണയിക്കാത്ത പെൺകുട്ടികളുണ്ടോ ഈ ഉലകത്തിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷെ അതെല്ലാം ആൾക്കാർ അതിൻ്റെ റൈറ്റ് സെൻസിലെടുക്കുകയും ആ സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് കാര്യം വലിയ ഒരു വിഭാഗം ആൾക്കാർ എന്നെ അറിയാത്തവർ അറിഞ്ഞത് ആ സിനിമയിലൂടെയാണ്. അത് എൻ്റെ ആദ്യത്തെ സിനിമയാണെങ്കിലും ഞാൻ നന്നായി ചെയ്തല്ലോ എന്ന് എൻ്റെ അടുത്ത് പലരും ആമി കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ അല്ല, ഞാൻ കുറേ സിനിമയായി ചെയ്യുന്നു. അയ്യോ സോറി ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം അവരങ്ങനെ ചിലപ്പോൾ ഒരു യൂഷ്വൽ ഫിലിം ഗോവേഴ്സ് ആയിരിക്കില്ല അവർ, പക്ഷേ മാധവിക്കുട്ടി എന്നുള്ള ആ ഒരു ഫാക്ടറിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നായിരിക്കാം. കമൽ സാറിൻ്റെ ഓഡിയൻസ് ഉണ്ട്, മഞ്ജു ചേച്ചിയുടെ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നതിന് ഈ സിനിമ ഭയങ്കരമായിട്ട് കാരണമായിട്ടുണ്ട്. തീവണ്ടിയിലേക്ക് വരികയാണെങ്കിൽ തീവണ്ടി കുറച്ച് നാളായി വരും എന്ന് പറയുന്നു, ഓണത്തിന് വരുമെന്ന് പറയുന്നു. ആൻഡ് അതിലും ഇതേപോലെ ഒരു ജീവാംശമായി എന്ന് പറയുന്ന പാട്ട് ഹാസ് ബിക്കം എ റേജ്, ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറി. ആൻഡ് അതിലും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഐഡിയൽ അല്ല, കുറച്ച് തല്ലിയൊളിത്തരമുണ്ട്, സിഗരറ്റ് വലിക്കാരനാണ്, ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. കാരണം എല്ലാവരും ഒരു ഹീറോ ഇമേജ് എന്ന് പറയുമ്പോൾ സൽഗുണ സമ്പന്നനാണ്, അങ്ങനെയുള്ള ക്ലീൻ ഇമേജ് ഒക്കെ ഉള്ള റോൾസാണ് സെലക്ട് ചെയ്യുക യൂഷ്വലി, ഒരു യങ് ഹീറോ അപ്കമിങ് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ യു ഹാവ് ചോസൺ ഓൾ ദീസ് ഹ്യൂമൻ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ കുറച്ച് ഫ്ലോസ് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് എന്താണ് തീവണ്ടിയിൽ? പുതിയ ടീമാണ്, പുതിയ ഡയറക്ടറാണ്. എപ്പോഴും ഈ ഫ്ലോസ് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ഇപ്പോൾ നമ്മൾ ചേക്കിലെ മാധവൻ എന്ന് പറയുന്ന കള്ളനെ സ്നേഹിച്ചവരുണ്ട്, വിൻസെൻ്റ് തോമസ് എന്ന് പറയുന്ന ഒരു ഡോണിനെ സ്നേഹിച്ചവരുണ്ട്. അതുപോലെ ഏത് ആക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടും ദേവാസുരം അൾട്ടിമേറ്റ് എക്സാമ്പിൾ അല്ലേ. അത് സൽഗുണ സമ്പന്നനല്ല, പക്ഷെ ഒരു പോയിന്റിൽ അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസിൻ്റെയാണ്. സെക്കൻഡ് ചാൻസ് എല്ലാവർക്കും ഉണ്ട്, അല്ലാതെ ജന്മനാൽ ആരും മോശപ്പെട്ടവരൊന്നുമല്ല. അപ്പോൾ അത് ഫണ്ണാണത് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാവരും എവ്രി സിംഗിൾ പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ റേഷ്യോസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ഓരോരുത്തരിലും, പക്ഷെ എല്ലാവരിലും ഡെഫിനറ്റ്ലി രണ്ടും ഉണ്ട്. ഈ ചെകുത്താനുണ്ട്, മാലാഖയും ഉണ്ട്. ഇതിൻ്റെ ഈ എന്താ പറയുക പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞിരിക്കുകയായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. തീവണ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതിൻ്റെ റൈറ്റർ പ്രത്യേകിച്ച് വിനിയേട്ടൻ, മിനി വിശ്വാല്, നമ്മുടെ ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ സമയത്ത് അവർ പിന്നെ ചെയ്യുന്ന സിനിമയാണ്. പിന്നെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പുള്ളി എഴുതിയതാണ് സ്റ്റാറിംഗ് പൗർണം. സ്റ്റാറിംഗ് പൗർണമെങ്കിലും കൂതറയിലും ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്.
പിന്നെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ മറ്റേ സെക്കൻഡ് ഷോയുടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്ന ഫെലിനി ഈ സ്റ്റാറിംഗ് പൗർണമിയുടെ ആണെങ്കിലും കുതിരയുടെ ആണെങ്കിലും ഷൂട്ടിൻ്റെ സമയത്തും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഫെലിനി എന്ന് പറയുന്നത്. ഫെലിനി ആണെങ്കിലും മിനിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് എനിക്ക് മലബാർ ഏരിയയിലുള്ള ആളുകൾ കുറച്ച് കൂടുതൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ ഫെലിനി ആണെങ്കിൽ ഫെലിനിയുടെ അച്ഛൻ ഭയങ്കര സിനിമ, അത് ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ, സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഫെലിനിയുടെ ചേട്ടൻ്റെ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഗോദാർദ് എന്നാണ്. ഒരു വീട്ടിലൊരു ഗോദാർദും ഫെലിനിയുണ്ട്. അപ്പോൾ സിനിമയാണ് ഫെലിനിക്കും ഭയങ്കരമായിട്ടുള്ള എല്ലാം. അപ്പോൾ ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് സിനിമ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ക്രൂ ഒരുമിച്ച് ഒരു 45ഓളം ദിവസം ഷൂട്ട് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എല്ലാവരും അവരവരായി തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഡയറക്ടർ ഫെലിനി, നായകൻ ടൊവിനോ, എഴുത്തുകാരൻ വിനീഷ്, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും തുടങ്ങാം എന്നുള്ള പോലെയാണ്. എല്ലാവരും രാവിലെ വരുന്നു മുതൽ ആഘോഷമാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വൈബാണെന്ന് തോന്നുന്നു ആ പാട്ടിലൂടെയൊക്കെ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത പയ്യോളി എന്നൊക്കെ പറയുന്ന സ്ഥലം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നാട്ടിൻപുറങ്ങളും എന്ന് പറയുന്നത് അതിൻ്റെ അതാണ് ഇപ്പോൾ അവിടെ ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ ഒരു പ്യൂരിറ്റി ഇപ്പോഴും ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ആ ഒരു ഭംഗിയാണ് ആ സിനിമയിൽ ഉണ്ടാവാനും പോകുന്നത്. ഒരു പൊളിറ്റിക്കൽ സെറ്ററാണ് സിനിമ. പക്ഷെ അത് നമ്മളൊരു ചെയിൻ സ്മോക്കറുടെ കഥയിലൂടെ, അയാളുടെ പ്രണയത്തിലൂടെ, അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കലും സിഗരറ്റ് വലിയ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സിനിമയല്ല. എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലരും അത് ചിന്തിക്കുന്നു, ഞാൻ സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നത് കൂടുതലാണെന്ന് പറയുന്നു. ഞാനല്ലാതെ കഥാപാത്രങ്ങൾ വലിക്കുന്നതാണ്. അത് കഥാപാത്രങ്ങൾ അത് എഴുതി വന്നപ്പോൾ അവർ അങ്ങനെ ക്യാരക്ടർ ട്രേറ്റ്സ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ സിഗരറ്റ് വലി ഓരോ സിനിമയിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കഥയിൽ സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ABCD സിഗരറ്റ് വലിച്ചിട്ടില്ല, എന്തിൻ്റെ മുഴുവൻ സിഗരറ്റ് വലിച്ചില്ല, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുന്നില്ല. മാത്രമല്ല സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടും അല്ല, ഗ്ലോറിഫൈ ചെയ്യുന്നില്ലല്ലോ അവിടെ. ഇല്ല, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമയിൽ സിഗരറ്റ് വലിക്കുന്ന സീനുകളിൽ അഭിനയിക്കുന്നത്. അത് കഥാപാത്രത്തിൻ്റെ പലതും ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മറഡോണ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിഗരറ്റ് വലിക്കുന്നത്. മറഡോണയിലും സിഗരറ്റ് എടുത്തു വെച്ച് പിന്നെ എടുത്ത് വലിക്കുന്നു എന്നുള്ളതൊക്കെ ഡെസ്പറേഷൻ അതിനകത്ത്. ടുവേർഡ്സ് എൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ പടം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ശരിയാണ്, ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പാക്കറ്റ് സിഗരറ്റാണ്. ടൈലൻഡിൽ ഒരു പാക്കറ്റ് സിഗരറ്റ്, ഒരു സിഗരറ്റ് എന്ന് പറയുമ്പോൾ അയാളൊരു പാക്കറ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരെണ്ണം മതി, അയാൾ കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കഥ പറയാനായിട്ട് കഥയിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാൾക്ക് വരുന്ന മാറ്റങ്ങൾ ഒന്ന് അതാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ അത് തീവണ്ടി എന്നുള്ള സിനിമ ഒരു ചെയിൻ സ്മോക്കറായിട്ടുള്ള ഒരാളുടെ സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അയാളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇതുമായിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അയാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിനചര്യയുടെ തുടക്കം എന്ന് പറയുന്നത് മറ്റേ സിഗരറ്റ് എടുക്കും, എന്നിട്ടാണ് അയാൾ ജീവിതം തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരാളാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസും എല്ലാം ഉണ്ട്. അതെല്ലാമാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇപ്പോൾ ടൊവിനോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ക്രിയേറ്റീവും യുണീക്കും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സൗബിനും ടൊവിനോ ആണ് ഇതിൽ കൂടുതൽ എക്സ്പേർട്സ് ആയിട്ടുള്ളത്. അത് എൻ്റെ ഉള്ളിലൊരു ഫിലിം മേക്കർ ഉള്ളതുകൊണ്ടാണ്. നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ട്രാവൽസിലുണ്ട്, അല്ലെങ്കിൽ ചെറിയ ഡെയിലി ആക്ടിവിറ്റീസിൽ പോലെ എന്തെങ്കിലും ഒരു രസം കണ്ടെത്തുന്നുണ്ടോ അതിനകത്ത്? അത് ഒരു ഫൺ എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിൽ വരുമ്പോൾ നമ്മളത് ചെയ്തു നോക്കും. അത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പിടിച്ച് എനിക്കിപ്പോൾ ഒരു ക്യാമറ ഇളകാതെ ഇങ്ങനെയൊക്കെ പിടിക്കാനൊക്കെ ഞാൻ ഡെയിലി പ്രാക്ടീസ് അല്ലേ. ഒരു ക്യാമറ ഇളകാതെ, ഒരു ഇഞ്ച് ഇളകാതെ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ആ സ്റ്റോറി എന്ന് വെച്ചാൽ മറ്റേ ക്ലൗഡ്സിൽ നിന്ന് സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റിനകത്താണ് ഇരിക്കുന്നത്, ക്യാമറ തിരിക്കുന്നതും ഞാൻ എൻ്റെ മുഖം കാണുന്നതും ഞാൻ സെൽഫി രീതിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന നമ്മുടെ ക്യാമറമാൻ സിനു സിദ്ധാർത്ഥ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമാറ്റോഗ്രാഫറാണ്. സിനു ചേട്ടൻ്റെ ഫോണിൽ ഞാൻ ചെയ്ത ഫുൾ ആക്ടിവിറ്റിയും
ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ് ഈ സാധനമൊക്കെ ഞാൻ കാണുന്നത്. അപ്പം കൊള്ളാം, തിരക്കേടില്ല, പഠിച്ചു. പക്ഷേ ഇത് ഫിലിം മേക്കിങ്ങുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ചെയ്തതിൻ്റെ പേരിൽ നാളെ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അഭിനയിക്കുന്നവരെക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഡെഫിനറ്റ്ലി ഒരു ഡയറക്ടർ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, സിനിമ ഇങ്ങനെ ആയിരിക്കും ആക്ഷനും കട്ടും പറയുന്നതിന് അപ്പുറത്ത് ഒരു ഫുൾ ക്രൂവിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ഡയറക്ടറിന് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഡയറക്ടറിന് റെസ്റ്റ് ഇല്ല. നടനൊരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് വരെയുള്ള സമയത്ത് റെസ്റ്റ് ഉണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെ ആ സിനിമയിലുള്ളവർക്ക് റെസ്റ്റ് കിട്ടിയെന്ന് പോലും വരില്ല. അപ്പോൾ കുറേ ക്ഷമയും കുറേ കഴിവും കുറേ അറിവും ഒക്കെ ഉണ്ടാവേണ്ട ഒരു മേഖലയാണത്. അതൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ശ്രമിച്ച് നോക്കാം. ഇപ്പോൾ ടൊവിനോയുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പല പല സിനിമകളിലും ചില ചെറിയ റോളുകളിൽ വന്നിട്ടുണ്ട്, സപ്പോർട്ടിംഗ് റോൾസിൽ വന്നിട്ടുണ്ട്, വില്ലൻ റോൾസിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ആസ് എൻ ആക്ടർ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ക്വാളിറ്റി ആസ് എൻ ആക്ടർ ആൻഡ് ഫേവറേറ്റ് പെർഫോമൻസ് എടുത്ത് പറയാൻ പറ്റുകയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മോഹൻലാൽ, എസ്പെഷ്യലി ദ ബിഗസ്റ്റ് സ്റ്റാർ യു വർക്ക്ഡ് വിത്ത്, മോഹൻലാലിൻ്റെ ആണെങ്കിൽ ഏതായിരുന്നു ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പറയാനാണെങ്കിൽ ഫേവറേറ്റ്? നമ്മൾ ഇന്നും പറഞ്ഞു തീരില്ല. പക്ഷേ ദേവാസുരം ഡെഫിനറ്റ്ലി അതൊരു കൾട്ടാണ്. പിന്നെ പുള്ളിയുടെ ക്വാളിറ്റിയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചാൽ ഒരു ഭയങ്കര എന്താ പറയുക അനുകരണീയമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പരാതിയില്ല. പുള്ളി ഏത് പുതിയ ഡയറക്ടറാണെങ്കിലും പുള്ളി അഭിനയിക്കുന്ന സമയത്ത് ഡയറക്ടറിന് സാറിന് വിളിക്കുകയും ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാനായിട്ട് പുള്ളി ഇടയ്ക്ക് എഴുന്നേറ്റ് കാരവനിലേക്ക് പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഈ എന്താ പറയുക സ്വന്തം കണ്ടിന്യൂറ്റിയിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുകയും എന്താ പറയുക ഇപ്പോഴും ഒരു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അതേ ആവേശത്തോടും അതേ ആത്മാർത്ഥത്തോടും കൂടെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ലാലേട്ടൻ ചെയ്തില്ലെങ്കിലും ആരും കുറ്റം പറയില്ല. ഹി ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്റ്റാർസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്നിട്ടും പുള്ളി ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭയങ്കര അനുകരണീയമാണ്. ആൻഡ് പൃഥ്വിരാജ് അത് എനിക്ക് ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഇഷ്ടമുള്ള ഒരാളാണ്. അവർ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു ഗുണം സിനിമയോടുള്ള കൊതിയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടെക്നീഷ്യനും കൂടിയാണ്. ഒരു സിനിമയിലുള്ള ഭൂരിഭാഗം പേരും ചെയ്യുന്ന ജോലി എല്ലാം അറിയാവുന്ന ഒരാളാണ്. നമ്മൾ ഈ കമൽഹാസൻ, മെൽ ഗിബ്സൺ തുടങ്ങിയ ആൾക്കാരിലൊക്കെ കാണുന്നൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എനിക്കും ഭയങ്കര പ്രതീക്ഷയുള്ളതാണ്. ഞാൻ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ആസ് എൻ ആക്ടർ പുള്ളിയുടെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ചക്രം എന്നുള്ള സിനിമയിൽ പുള്ളി ആ ഏജിൽ അത് ചെയ്തേക്കുന്നു. അത് ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അത് ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് വലുതാണ്, പക്ഷേ പെട്ടെന്ന് തമ്മിൽ മെമ്മറീസ് തുടങ്ങിയ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മഞ്ജു ചേച്ചി എനിക്ക് എൻ്റെ ഒരു നമുക്കൊരു കസിൻ സിസ്റ്ററൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ സിസ്റ്റം, അത്രയും ഒരു ചേച്ചിയെ പോലെ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ആമിയിലാണെങ്കിലും അതിന് മുമ്പും നമ്മൾ കണ്ട് പരിചയമൊക്കെ ഉണ്ട്. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുപ്പമുണ്ട്. ഭയങ്കര സ്വീറ്റാണ്. എന്താ പറയുക, ഒരു എപ്പോഴും മറ്റേ അക്ഷരം തെറ്റാതെ മഞ്ജു ചേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നതിന് കാരണം ആ ഒരു റെസ്പെക്റ്റും ഉണ്ട്. അതേസമയം തന്നെ ഒരു സുഹൃത്തിനെ പോലെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞങ്ങൾ നാഫ അവാർഡ്സിനൊക്കെ പോയി, ഞാനും വിത്ത് ഫാമിലിയാണ്, മഞ്ജു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുക അടുപ്പമുള്ള ആൾക്കാരായിട്ട് നമുക്ക് തോന്നും. മഞ്ജു ചേച്ചിയായിട്ടും അങ്ങനെ നല്ലൊരു അടുപ്പമുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം ഈ കന്മതം, സമറിൻ ബദലേം തുടങ്ങിയ ആ സമയങ്ങളിലെ അതാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിലും ഇൻക്ലൂഡിങ് ആമി, മഞ്ജു ചേച്ചി ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്ന ആളാണ്. ദുൽഖർ സൽമാൻ ഒരു എന്താ പറയുക വളരെ നല്ലൊരു സുഹൃത്താണ്. ദുൽഖറിൻ്റെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ദുൽഖർ കുറച്ച് എനിക്ക് വലിയ അറിവില്ലാത്ത ഏരിയകളാണ് ദുൽഖറിൻ്റെ മറ്റേ വണ്ടി. എനിക്കങ്ങനെ വണ്ടി ഭ്രാന്തില്ല, എനിക്കങ്ങനെ വണ്ടികളെ പറ്റി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറിവില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങൾക്ക് കോമൺ ടോപ്പിക്സ് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു കോമൺ ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരാണ്. മക്കളുടെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മക്കളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുറേ സംസാരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് ദുൽഖറിൻ്റെ എനിക്ക്
കമ്മട്ടി പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓക്കെ കൺമണി ഭയങ്കര ഇഷ്ടമാണ്. പറയാനാണെങ്കിൽ കുറേ സിനിമകളുണ്ട്. നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുകയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇത്രയും ഭാഷകൾ ഇത്രയും നന്നായിട്ട് സംസാരിക്കാനായിട്ട്. അത് ദുൽഖർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭയങ്കര എന്താ പറയുക, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിൽ ഈ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഈ 2 പേരുമാണ് ഹിന്ദി, തമിഴ് എല്ലാ ഭാഷയിലും പോയി നന്നായി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭയങ്കര എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മലയാളം സിനിമയുടെ അംബാസഡേഴ്സായിട്ട് ഇവർ അവിടെ പോയി അത് ചെയ്യുമ്പോൾ നാളെ മലയാളം സിനിമ കാണാനായിട്ട് ആ കൂട്ടത്തിൽ നമ്മളെ സിനിമകളും ആൾക്കാർ കാണും എന്നുള്ള സന്തോഷമുണ്ട്. ആൻഡ് ഫൈനലി പാർവതി ഇതേപോലെ മൊയ്തീൻ്റെ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പാർവതിയായിട്ട് ഞാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസം കൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഇപ്പോൾ ഉള്ളതിൽ മലയാളത്തിലുള്ളതിൽ നടിമാരിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. വളരെ ഉഗ്രൻ ആർട്ടിസ്റ്റാണ്, സെൻസിബിളാണ്. പിന്നെ ഒരുപാട് മറ്റേ ഈ ഡ്രാമ പരിപാടികളൊന്നുമില്ല പുള്ളിക്കാരി. ഭയങ്കര ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയുന്ന നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ കൺമുമ്പിൽ കണ്ടതാണെന്ന് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാരി 2 ഐ തിങ്ക് ഹസ് ജസ്റ്റ് റാപ്ഡ് അപ്പ് ആൻഡ് ധനുഷിൻ്റെ വില്ലനായിട്ട് തമിഴിലേക്ക് ഒരു എൻട്രി നടത്തുകയാണ്. മലയാളത്തിലും എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം സിനിമയിലെ ആദ്യത്തെ എൻട്രി ഒരു വില്ലനായിട്ടായിരുന്നു. തമിഴിലും വില്ലനാണ്. അവരുടെ ബർത്ത്ഡേ എന്നാൽ ജൂലൈ 29th 28th ആണ്. അത് ആണ് ഈ ദുൽഖർ സൽമാൻ്റെയും ധനുഷിൻ്റെയും ബർത്ത്ഡേ സെയിം ഡേ. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, അപ്പോൾ എല്ലാം ഒരുമിച്ച് വരും. അതായത് ഇവർ 2 പേരും ബർത്ത്ഡേ സെയിം ഡേ. ഇവർ 2 പേരും വില്ലനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ ABCDക്ക് മുമ്പ് ഞാൻ മലയാളത്തിലൊരു സിനിമ ചെയ്തു, പ്രഭുവിൻ്റെ മക്കളെ. അപ്പോൾ അത് നല്ല കൺസെപ്റ്റും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ശ്രദ്ധിക്കപ്പെടുന്ന ആദ്യത്തെ വേഷം എന്ന് പറയുന്നത് ABCDയിലെ വേഷം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തമിഴിൽ എൻ്റെ ഒരു സിനിമ ഇറങ്ങി, അത് അത്രയ്ക്ക് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ല ത്രെഡായിരുന്നു, നല്ല കണ്ടൻ്റായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. സിനിമ എന്നുള്ള രീതിയിൽ എത്രത്തോളം നന്നായെന്ന് ഞാൻ ജഡ്ജ് ചെയ്യില്ല, എനിക്കറിയില്ല. അപ്പോൾ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത സെയിം സ്ട്രാറ്റജി തന്നെയാണ്. എന്നെ അറിയാത്തവരുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് നിൽക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇപ്പോൾ ഞാൻ ആരാളും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതാരാണ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ശ്രദ്ധിക്കപ്പെടുമല്ലോ. അത് തന്നെയാണ് ABCDയിലും ഉണ്ടായത്, അത് തന്നെയായിരിക്കും മാരിയിലും ഉണ്ടാവുന്നത്. പക്ഷെ ABCDയിലെ പോലെ തന്നെ മാരിയിലെയും നല്ലൊരു ക്യാരക്ടർ റോളാണ്. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഫുൾ ടൈം ദേഷ്യവുമായിട്ട് നടക്കുന്ന വില്ലനല്ല, പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ റോളാണ്. ഇൻട്രസ്റ്റിംഗ് ലുക്കാണ്. അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഞാൻ കാത്തിരിക്കുകയാണ്. ആൻഡ് ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ധനുഷ്? അടിപൊളിയായിരുന്നു. അതായത് ഒരു 26 വയസ്സിലൊക്കെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ഇത്രയും സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോഴേ ഹോളിവുഡിൽ വരെ അഭിനയിക്കുന്ന അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല, അത് വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യും, അയാളുടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ആ ക്രൂവിനെ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് പുള്ളി, ഡയറക്ടർ, ക്യാമറമാൻ, എന്നെ എല്ലാവരും ചേർന്ന് സാപ്പിടില്ല. എന്നിട്ട് പുള്ളിയുടെ കാരവാനിൽ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും പുള്ളി ഫൈറ്റ് ചെയ്യുന്നതും ആക്ടറോട് ഫൈറ്റ് ചെയ്യുന്നതും 2 തരത്തിലാണ്. നമ്മുടെ ദേഹം ഒരു രീതിയിലും നോവില്ല. പുള്ളിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പരിക്ക് പറ്റാൻ സാധ്യത കൂടുതൽ പുള്ളിയുടെ ഡ്യൂപ്പിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഭയങ്കര സ്വീറ്റായിരുന്നു. നമുക്ക് ആ ക്രൂ മൊത്തം ഭയങ്കര സ്വീറ്റായിരുന്നു. പൊതുവേ എനിക്ക് തോന്നുന്നു അന്യഭാഷകളിൽ പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സ്നേഹക്കൂടുതലിന് കാരണം നമ്മളുടെ ഇവിടെയുള്ള മുമ്പത്തെ ആക്ടേഴ്സ് അവരോടുള്ള ഇമേജ് ഉണ്ട്. മലയാളത്തിൽ നിന്നാണോ എന്നാൽ നല്ല ആക്ടറായിരിക്കും എന്നുള്ള രീതിയിൽ അത്രയും നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സീനിയേഴ്സ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു നല്ല പേരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പെർഫോം ചെയ്യുമ്പോഴും അതിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ മലയാളം സിനിമയിൽ
പഠിച്ചിട്ടാണ് വന്നത്. അംബാസഡർ കാർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഏത് കാറും ഓടിക്കാം എന്ന് പറയും. അതേപോലെയാണ് മലയാള സിനിമയിൽ അഭിനയിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും നന്നായി അഭിനയിക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇനിയുള്ള പ്രോജക്ട്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലൂസിഫറിൽ ജോയിൻ ചെയ്യാൻ പോവാണ്, അതൊരു വലിയ പ്രോജക്റ്റാണ്. ബാക്കിയുള്ള പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള സിനിമകൾ കുപ്രസിദ്ധ പയ്യൻ ഇറങ്ങാനുണ്ട്, മധുബാൽ സാറിൻ്റെ. തീവണ്ടി ഇറങ്ങാനുണ്ട്. തീവണ്ടി കുപ്രസിദ്ധന് മുമ്പ് ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാ മാസവും ഓരോ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുപ്രസിദ്ധയും കഴിഞ്ഞ് പിന്നെ മാരി 2 ആണ് പിന്നെ റിലീസ് ആവുന്നത്. പിന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമകളുണ്ട്, ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് ലൂസിഫർ ജോയിൻ ചെയ്യുന്നു. ലൂസിഫർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സലീം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയുണ്ട്. അത് 2 പെൺകുട്ടികൾ കുഞ്ഞു ദൈവമൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ ഉപ്പും മുളകും എന്നുള്ള സീരിയലും മറിമായം എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ ആദ്യത്തെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഈ ജിയോ ബേബിയുടെ 2 സ്ക്രിപ്റ്റ് സിനിമകളും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഇഷ്ടപ്പെടുകയും അതിനൊപ്പം നമ്മൾ കുറേ ചിന്തിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഗുണം. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആണ്. എൻ്റെ ഒരു സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആണ് ജിയോ ബേബി എന്ന് പറയുന്ന ആക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അതാണ് ഇപ്പോൾ പഠനം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുറച്ചെണ്ണമുണ്ട്. കൈ നിറയെ സിനിമകളുണ്ട്. കൈ നിറയെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസിലൂടെയാണ് ഇപ്പോഴും ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല എന്നുള്ളത്. റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹം തോന്നും, പക്ഷേ നമുക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകളായത് കാരണം കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഒന്നും മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ മിസ് ചെയ്യാവുന്നത് റെസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. ആ റെസ്റ്റ് നമുക്ക് യാത്രയുടെ ഇടയിൽ വണ്ടിയിൽ കിടന്നുറങ്ങാം, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സമയം. താങ്ക് യു സോ മച്ച് ടോവിനോ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ മറഡോണ ആൻഡ് ഓൾ യുവർ ഫ്യൂച്ചർ റിലീസസ്.